ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് നല്ല മഴയൊക്കെയുള്ള ഒരു ദിവസമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ പിന്നെ ചൈനീസ് ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ഉണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ കാണാതെ പോകരുത്, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയണ്ടേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുറത്തൊക്കെ കണ്ട നിങ്ങൾ നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആസ്വദിച്ചിട്ട് ഒരാളുടെ നിന്ന് ബിരിയാണി കഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പിയാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ കാണല്ലേ, റെസിപ്പിൻ്റെ മുമ്പായിട്ടുള്ള ഒരു വിശേഷങ്ങളാണേ. അപ്പോൾ സ്കൂളൊക്കെ തുറന്നല്ലോ, അപ്പോൾ നമുക്കിനി പഴയ പോലെ അങ്ങനെ കിടക്കാൻ പറ്റില്ലല്ലോ. രാവിലെയൊക്കെ എന്താ പറയുക, നാസ്തയൊക്കെ ഉണ്ടാക്കണ്ടേ. അതുകൊണ്ട് നമുക്ക് നല്ലതാണ് നമ്മളെ നാസ്തയൊക്കെ വേഗം 8 മണിയാകുമ്പോഴത്തേക്കെല്ലാം ആകും. അപ്പോൾ ഇന്ന് ഞാൻ ഒറോട്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒറോട്ടിയുടെ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിലേക്ക് ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ എന്താ പറയുക, ഈ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ചിക്കന് എല്ലില്ലാതെ ചിക്കൻ എടുക്കണം. എന്നിട്ട് ചെറിയ ചെറിയ പീസാക്കി കൊടുക്കുക. ചെറിയ പീസ് തന്നെ ആക്കണേ. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 2 ടീസ്പൂണോളം പിന്നെ കാശ്മീർ റെഡ് ചില്ലി പൗഡറും, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം എരിവുള്ള മുളകും, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പോളം തൈരും കൂടി ചേർക്കുക. അങ്ങനെ ഇത് ചിക്കനിലേക്ക് പിന്നെ നല്ലതുപോലെ യോജിപ്പിച്ചിട്ട് ഇത് ഒരു അരമണിക്കൂറോളം ഇതുപോലെയൊന്ന് അടച്ചു വെക്കുക. അത് അരമണിക്കൂറാണ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചത്. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിളൊക്കെ പിന്നെ കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, പിന്നെ 2 ക്യാരറ്റ്, പിന്നെ അത്യാവശ്യം ബീൻസ്, പിന്നെ ഒരു 1/4 ഭാഗം കാബേജും കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊക്കെ എന്താ ചെയ്യേണ്ടതെന്നറിയാം, എന്താ പറയുക, കുറച്ച് നല്ല നീറ്റിൽ തന്നെ കട്ട് ചെയ്യണം. അതായത് ഇങ്ങനെ ഒരു നീളത്തിലാക്കിയിട്ടാണ് ഞാൻ പിന്നെ ക്യാരറ്റ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ വെജൊക്കെ ഞാൻ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് അതിന് ശേഷം ഞാനൊരു വട്ടച്ചെമ്പിലാണ് ഈ ഒരു മസാല തയ്യാറാക്കുന്നത്. അപ്പോൾ പിന്നെ ഇതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. എണ്ണ ചൂടായി വന്ന ശേഷം ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെ ചിക്കി കൊടുക്കുക. അപ്പോൾ ഇതൊരു ഹാഫ് കുക്കാകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഹാഫിൻ്റെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കലും ചെയ്യണേ. അപ്പോൾ ഹാഫ് വേവായാൽ മാത്രമാണ് നമുക്ക് ഇതിലേക്ക് വെജിറ്റബിളൊക്കെ ചേർക്കാനുള്ളത്. അപ്പോൾ അത്ര വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. അതിനുശേഷം ക്യാരറ്റും ബീൻസും ചേർത്ത് കൊടുക്കുക. ഇതിന് കുറച്ച് വേവ് കൂടുതലാണല്ലോ, അപ്പോൾ ഇത് 2 ഫസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഞാൻ ഇതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി എന്താ പറയുക, മൊത്തത്തിലൊന്ന് യോജിപ്പിച്ച് എടുക്കുക. അങ്ങനെ ഈ ഒരു വെജ് പിന്നെ കുറച്ച് കുക്കായി വന്നാൽ പിന്നെ നെക്സ്റ്റ് ചേർക്കേണ്ടത് കാബേജും അതുപോലെ തന്നെ ക്യാപ്സിക്കവും ആണ്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. 4 വെജും ഒരുമിച്ചിട്ട് ചേർക്കാൻ പാടില്ല, അത് കുറച്ച് കുക്കായി വന്നാലേ ഈ രണ്ടാമത്തത് ചേർക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഇതെല്ലാം കൂടി പിന്നെ വീണ്ടും ഒന്ന് പിന്നെ മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ ഒരു സവാള വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഒരു അരമുറിയായിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ ചേർത്തിട്ടില്ലേ. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം പിന്നെ പെപ്പർ പൗഡറും ടൊമാറ്റോ സോസും കൂടി ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെജ്
വെജൊക്കെ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു ലെവലായാൽ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. ഒരുപാട് വെന്ത് ഉടയൊന്നും വേണ്ട. പിന്നെ അടുത്തതായിട്ട് റൈസ് വേവിച്ചിട്ട് ഇതിലേക്കൊന്ന് വിതറി കൊടുക്കുക. സെല്ല റൈസാണ് വേണ്ടത്. അത് നമ്മൾ സാധാ ചോറുണ്ടാക്കുന്നില്ലേ, അതുപോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിയിട്ട് ഡ്രൈ ആക്കിയിട്ട് തണിഞ്ഞ ശേഷം ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരുപാട് വെന്തുടയാനും പാടില്ല. റൈസ് നിങ്ങൾക്ക് നമ്മൾ മന്തിക്കൊക്കെ ഉണ്ടാക്കുന്നില്ലേ, അതേപോലെയാണ് ഈ റൈസ് ഉണ്ടാക്കേണ്ടത് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഒരുപാട് വെന്താൽ റൈസ് വെന്താൽ കാണാൻ ഒരു വൃത്തി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഒരുപാട് വേവാൻ പാടില്ല എന്ന് പറഞ്ഞത്. എന്നിട്ട് ഇതിലേക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യ് ഉണ്ടല്ലോ ആക്കി, അതും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് മൊത്തം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അതൊക്കെ ഒന്ന് എന്താ പറയുക ലെവലാക്കിയ ശേഷം ഒരു 10 to 15 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് അടച്ച് വെക്കുക ആവി കയറാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഈ ഒരു തേങ്ങാ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ ഇതിലൂടെ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ റൈസൊക്കെ നമ്മൾ ഉച്ചക്ക് തിന്നാൻ പോകുമ്പോൾ ഇത് പൊട്ടിച്ചിട്ട് തിന്നുന്നുണ്ട്. അപ്പം എന്താ പറയുക, കാണാനും നല്ല വൃത്തിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചൈനീസ് ബിരിയാണിയുടെ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.